വ്യത്യാസത്തിലാണ് ഇന്ത്യ മുന്നണിയും എൻഡിഎയും തമ്മിലുള്ളതെങ്കിൽ 245 പോരാ എന്നതോർക്കുക. മാജിക് നമ്പറായ 272ലേക്ക് വരാൻ ഇനിയും ടൈം എടുക്കും, ഇനിയും സീറ്റും വേണം. അതേസമയം കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി എൻഡിഎക്ക് വേണ്ടി ആദ്യത്തെ വിജയ പതാക ഇതാ പാറിക്കാൻ പോകുന്നു എന്ന ഒരു കാഴ്ച കൂടി സവിശേഷമായി എടുക്കാറുണ്ട്. അതിനപ്പുറം വലിയ അത്ഭുതങ്ങളിലേക്ക് കേരളം പോകുന്നില്ല എന്നാണ് കാഴ്ച. രണ്ട് സീറ്റിലേക്ക് ഇപ്പോൾ LDFന് വരാൻ കഴിഞ്ഞു. ഇരട്ടി നേട്ടം ഉണ്ടാക്കുമെന്നാണ് ഗോവിന്ദ് മാഷ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു സീറ്റ് 2 സീറ്റായി ഉയർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടി കാണുക. ഉത്തർപ്രദേശിലേക്ക് ഉറ്റുനോക്കൂ. വീണ്ടും ഇന്ത്യ സഖ്യം 44 സീറ്റിലും 32 സീറ്റിലാണ് അവിടെ NDA ലീഡ് ചെയ്യുന്നത്. ഇതാണോ അഭൂതപൂർവമായ വിജയം? എല്ലാ എക്സിറ്റ് പോളുകളും എടുത്തു വെച്ചേക്കൂ. മോദി 3.0 അങ്ങേ അറ്റത്തെ വലിയ ആവേശത്തോടെ അധികാരത്തിൽ വരാൻ പോവുകയാണ് എന്ന അവകാശവാദം ഇവിടെ പൊളിഞ്ഞു വീഴുമോ എന്നറിയാൻ സങ്കല്പിക്കാൻ പറ്റുമോ? ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യം 36 സീറ്റിൽ മുന്നിലാണ്. 36 സീറ്റിൽ. അവിടെയുള്ള ആകെ എത്ര സീറ്റാണ്? 36 സീറ്റിൽ. നോക്കൂ, വീണ്ടും 245 സീറ്റിന്റെ വ്യത്യാസത്തിലേക്ക് വീണ്ടും മടങ്ങി വരുന്നു. വളരുന്നതാരാണ് എന്നത് കാണുക. ഇന്ത്യ സഖ്യം 230 നിന്ന് 15 സീറ്റിന്റെ ലീഡ് ഉയർത്തി 250 നിന്നും 245 എന്ന ചെറുവ്യത്യാസത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ഇങ്ങനെ പോയാൽ എങ്ങനാ എന്ന് നരേന്ദ്രമോദി അമിത്ഷായോട് ചോദിക്കുന്നുണ്ടാവും. 250, 245 രാജ്യത്തിന്റെ അധികാര 3 സീറ്റിന്റെ വ്യത്യാസം. അജിംസ് 249, 246 3 സീറ്റിന്റെ വ്യത്യാസത്തിൽ ഇങ്ങനെ ഒരു സംഗതി ആദ്യമായി നരേന്ദ്രമോദി വ്യക്തിപരമായി പിന്നിൽ, നരേന്ദ്രമോദിയുടെ ടീം ഇങ്ങനെ വലിയ വിയർക്കുന്ന കാഴ്ച കഴിഞ്ഞ 10 വർഷത്തിനിടെ കാണാൻ കഴിയാത്ത ഒന്ന്. 2014ലും 2019ലും കാണാത്തത് 2024 കാണുകയാണ്. നരേന്ദ്രമോദിയെ മാത്രം കേന്ദ്രീകരിച്ചു നടത്തിയ തെരഞ്ഞെടുപ്പ്, നരേന്ദ്രമോദി എന്ന ഒറ്റ വ്യക്തിയെ വിൽക്കാൻ ശ്രമിച്ച, ആ ബ്രാൻഡ് മൂല്യം വിൽക്കാൻ ശ്രമിച്ച തെരഞ്ഞെടുപ്പാണിത്. പക്ഷേ ഇങ്ങനെ പോയാൽ നിഷാദ്, BJP ആസ്ഥാനത്തെ ഹൽവ എന്ത് ചെയ്യും? BJP ആസ്ഥാനത്തെ ഹൽവ അവർക്ക് തോട്ടിലൊഴുക്കേണ്ടി വരുമോ എന്നറിയാൻ നമുക്ക് കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരും. എന്തായാലും വളരെ 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 സങ്കീർണമായ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രമാണ് ഇപ്പോൾ കാണുന്നത്. 249, 246. ആദ്യഘട്ടത്തിൽ NDAയുടെ ഒരു വലിയ കുതിപ്പാണ് പോസ്റ്റൽ ബാലറ്റിൽ കണ്ടത് എങ്കിൽ ഇപ്പോൾ നരേന്ദ്രമോദിക്ക് താൻ ആളുകൾക്ക് സ്വീകാര്യനല്ലാതായിരിക്കുന്നു എന്ന സംഗതി അദ്ദേഹം എങ്ങനെ വ്യക്തിപരമായി ഉൾക്കൊള്ളുമെന്നത് പോലും സംശയമാണ്. എന്താണ് ഉത്തർപ്രദേശിലെ വാരാണസി പോലെ ഒരു നാട്ടിൽ, വാരാണസി പോലെ ഒരു മണ്ഡലത്തിൽ നരേന്ദ്രമോദിയെ പോലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുഖ്യ കർമ്മിയായിരുന്ന ഒരാൾ എങ്ങനെ ഇങ്ങനെ തിരിച്ചടി നേരിടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കേരളത്തിലേക്ക് വരുമ്പോൾ വീണ്ടും സുരേഷ് ഗോപി ലീഡ് ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നത് കാണുകയാണ്. മണിപ്പൂരിൽ, കലാപഭൂമിയായ മണിപ്പൂരിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു എന്നത് പ്രത്യേകം കാണേണ്ട കാഴ്ചയാണ്. ആളുകളെ വിഭജിക്കുക, വിഭജനം വഴി മുറിവുണ്ടാക്കുക, ആ മുറിവിന്റെ ആനുകൂല്യം എക്കാലത്തും തെരഞ്ഞെടുപ്പുകളിൽ നേടിയെടുക്കുക എന്നത് ഇത്തവണ മണിപ്പൂരിൽ ലേശുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട കർമ്മഭൂമികകളിലും രാഷ്ട്രീയ ഭൂമികകളിലും ഈ വലിയ തോതിൽ NDA തിരിച്ചടി നേടുന്നു. 10 സീറ്റിന്റെ വ്യത്യാസത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. പക്ഷെ മുന്നോട്ട് അങ്ങനെ ചലിക്കുന്നില്ല. 260ന്റെ പരിസരത്ത് കിടന്ന് കളിക്കുകയാണ് മോദി. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.